ഇറാന്റെ പർവ്വതങ്ങൾ തിരഞ്ഞ് അമേരിക്കൻ സാറ്റലൈറ്റിൻ്റെ നടുവൊടിഞ്ഞിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത്തരം ഒരു പരിശോധന അമേരിക്ക കഠിനമാക്കിയത്. വളരെ കൃത്യതയോടുകൂടി വിവരശേഖരം നടത്താൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ഇറാനിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പരീക്ഷണം നടത്തി എന്നാണ് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നു, സാറ്റലൈറ്റ് വഴി അല്ലാതെ മറ്റൊരു തരത്തിലും ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിക്കില്ല. എന്നാലോ സാറ്റലൈറ്റ് വഴിയുള്ള ശ്രമങ്ങളും ഫലം കണ്ടിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാറ്റലൈറ്റുകൾ, അതോടൊപ്പം തന്നെ മറ്റ് പാശ്ചാത്യ നിരീക്ഷണ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ നിരീക്ഷണങ്ങളും പരിശോധനകളും ഇറാനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ വേണ്ട വിധം ഫലം കാണുന്നില്ല എന്നുള്ളത് അമേരിക്കക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂടത്തിന് കട്ടക്ക് കട്ട എന്ന തരത്തിൽ ഇസ്രായേൽ കൂടെ ഉണ്ട്, ഈ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, മറ്റു ചില രാജ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ പേര് വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. കാര്യമായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇവർ എവിടെയൊക്കെയാണ് ആയുധങ്ങൾ ശേഖരിക്കുന്നത്, സൂക്ഷിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡാക്കുക, അല്ലെങ്കിൽ ആ വിവരങ്ങൾ ശേഖരിച്ച് അത് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിവരശേഖരങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇറാൻ്റെ പർവ്വത പ്രദേശങ്ങൾ, ഭൂഗർഭ കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണശാലകൾ, ടണൽ സമുച്ചയങ്ങൾ, സൈനിക ബങ്കറുകൾ ഇതെല്ലാം ലക്ഷ്യമാക്കിയിട്ടാണ് പർവ്വതങ്ങൾ തിരഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സാറ്റലൈറ്റ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഫോർദോ, നത്തൻസ്, ഇസ്ഫഹാൻ എന്നുള്ള ആണവ നിലയത്തിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും നിരീക്ഷണ പരിശോധനയ്ക്ക് സമാനമായിരിക്കുന്ന പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് വീഡിയോകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വിടുകയും അത് പിന്നീട് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കൃത്യത കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ പർവ്വതങ്ങളുടെ അടിഭാഗത്താണ് ഇവരുടെ പ്രധാനമായിരിക്കുന്ന പ്രവൃത്തികൾ ഇറാൻ്റെത് ഉള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ പർവ്വതങ്ങൾ കടന്നുകൊണ്ടുള്ള ഒരു വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിരാശപ്പെടുത്തുന്നത്. ഇറാൻ്റെ പല ആയുധ നിർമ്മാണങ്ങളും പർവ്വതങ്ങൾക്ക് അടിയിലാണ്, പർവ്വതക്കുള്ളിലോ ഭൂഗർഭത്തിലോ സ്ഥിതി ചെയ്യുന്നു. കടൽ പരപ്പിലും ഉണ്ട് എന്നാണ് നിഗമനം. കടലിൻ്റെ അടിഭാഗത്തും എന്തൊക്കെയോ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അത് മിസൈൽ നിർമ്മാണ ഫാക്ടറിയാണ് എന്ന് പോലും പറയുന്നു. ഏത് തരത്തിലാണ് അതിൻ്റെ നിർമ്മിതികൾ തുടങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ സാറ്റലൈറ്റിന് ഈ കാര്യങ്ങളൊക്കെ പിടിക്കാൻ സാധിക്കും എന്ന് അവർ അനുമാനിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശ ഉണ്ടാക്കുന്ന വിവരം. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ മുൻപ് അമേരിക്കക്ക് ഉണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിൽ ഒരു വ്യക്തി പറന്നു പോവുകയാണെങ്കിൽ പോലും നിരീക്ഷണം നടത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. അമേരിക്കൻ്റെ സാറ്റലൈറ്റ് ചിത്രമാണ് ലിബിയൻ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫി ട്രിപ്പോളി എന്ന് പറയുന്ന തലസ്ഥാന നഗരിൽ നിന്ന് മറ്റ് നഗരത്തിലേക്ക് രക്ഷപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. അത്രയ്ക്ക് സൂക്ഷ്മമാണ്, കൃത്യമാണ് അവരുടെ പരിപാടികളൊക്കെ. ഇതിലിപ്പോൾ ഞെട്ടിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളും, ഒന്ന്, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം തിരിച്ചു വന്നത് അതൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ജനവാസ യോഗ്യമല്ലാത്ത പർവ്വതങ്ങളുടെ തായ്വാരത്തോ അതിൻ്റെ മേഖലയോ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അഫ്ഗാനിലെ താലിബാൻ കരുത്ത് നേടുകയും പിന്നീട് ഭരണത്തെ അട്ടിമറിക്കുകയും ആ ഭരണത്തെ അട്ടിമറിച്ച സമയത്ത് തന്നെ 2000-ലധികം അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പോലും ഭയമായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരോട് എതിരിടാൻ വേണ്ടി നിന്നിട്ടില്ല എന്നത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സഹായം തേടുക പോലും ചെയ്തു അമേരിക്ക. അങ്ങനെ അമേരിക്ക ഖത്തറിനെ സമീപിച്ചു. ഖത്തറും താലിബാൻ തമ്മിൽ ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയകാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ഇറാൻ്റെ പർവ്വതങ്ങൾ അമേരിക്ക ലക്ഷ്യമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരുടെ സാറ്റലൈറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കാം ഏതാണെന്നൊക്കെ. ഏറ്റവും പ്രധാനമായിരിക്കുന്ന അവിടെ ഏകദേശം പറയാം 100 ചില്ലാനും പർവ്വതങ്ങൾ പ്രാധാന്യമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇറാനിലുണ്ട്. 1000-ലധികം പർവ്വതങ്ങളുണ്ട്. അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് കാണുന്ന പ്രധാന പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ 100-ലധികമാണ്, 110 അങ്ങനെയൊക്കെ പറയും, 106 ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ ഉയരം കൂടിയതും ജനവാസ യോഗ്യമല്ലാത്തതും, എന്നാൽ ചില ഭാഗത്തൊക്കെ വെള്ളമുണ്ട്, ചില ഭാഗത്ത് വെള്ളമില്ലാത്ത, അതായത് കഠിനമായിരിക്കുന്ന പർവ്വതങ്ങൾ.
ആ പർവ്വതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു. അതായത് ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അങ്ങോട്ട് ആൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല, പ്രവേശിച്ചാൽ ആൾ തിരിച്ചു വരില്ല, കാരണം വെള്ളം കിട്ടുന്നില്ല, പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ജനവാസമില്ല, മറ്റ് സൗകര്യങ്ങളില്ല, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയല്ല, ആ രീതിയിലാണ്. ഇതിൽ ദമാബന്ദ് 10 പറയുന്നതിൽ ദമാബന്ദ്, സബ്ലാൻ, സഹന്ത്, അലംകും, ദീന, ഡഫ്തൻ, ബിനാലുദ്, ഷിർകുഹ്, സർദ്കുഹ്, അസ്രൻ എന്നീ പർവ്വതങ്ങളാണ് നിരീക്ഷിക്കപ്പെട്ടത്. ആ നിരീക്ഷിക്കപ്പെട്ടതിലൊന്നും പ്രധാനമായ കാര്യങ്ങൾ ഒന്നും കാണുന്നില്ല. വല്ലപ്പോഴുമൊക്കെ ഒറ്റപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് പോലെയുള്ള ചിത്രങ്ങളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ലാതെ ഭീമാകാരമായിരിക്കുന്ന വാഹനങ്ങൾ വരികയോ അല്ലെങ്കിൽ ജനനിബിഡമായിരിക്കുന്ന ഒരു പ്രദേശമോ സുരക്ഷാ സംബന്ധമായിരിക്കും 10-100 ആൾക്കാർ നിർത്തുന്ന പരിപാടികളോ അങ്ങനെ ഈ മേഖലയിൽ ഒന്നും കാണുന്നില്ല എന്നുള്ള അവിടെ നിരാശയാക്കുമ്പോൾ, അപ്പോൾ എന്ത് പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സൈനിക കമാൻഡർമാരുടെ ചില രഹസ്യങ്ങൾ പോലും ചോർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അവർക്ക് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ 3 വിഭാഗമായിട്ട് അവരുടെ സൈനിക സംവിധാനത്തെ കടൽ, കര, നാവിക, ആകാശം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കൂട്ടരും തമ്മിൽ ബന്ധമുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെടണമെങ്കിൽ അവിടുത്തെ ആത്മീയ നേതാവിൻ്റെയോ സൈനിക കമാൻഡറിലെ ചീഫായിരിക്കുന്ന, ചീഫ് എന്ന് പറയുന്നത് തന്നെ ആത്മീയ നേതാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ട്രൂപ്പാണ്. അവരുടെ നിരീക്ഷണത്തിൽ മാത്രമേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഏറെക്കുറെ ഇന്ത്യയിലും അങ്ങനെ തന്നെയായിരുന്നു. നാവിക മേധാവികൾ, കരസേനാ മേധാവികൾ, ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട മേധാവികൾ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിൻ്റെ അനുമതി ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു നിയമം. പിന്നീട് ആ നിയമം കഴിഞ്ഞ UPA സർക്കാരായിട്ടാണ് എടുത്തു കളഞ്ഞിട്ട് ഒരു കമാൻഡറെ 3 മേഖലയ്ക്കും കൂടി നിയമിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ നിയമം നിലനിൽക്കുന്നു. മാത്രമല്ല ഈ കമാൻഡർമാരിൽ തന്നെ 10 പേര് അല്ലെങ്കിൽ 20 പേരിൽ ഒരു സൂപ്പർ കമാൻഡർ ഉണ്ടാവും. ഈ കമാൻഡർ ആരാണ് എന്നുള്ളത് കൂട്ടത്തിലുള്ള ആൾക്ക് പോലും അറിയാത്ത രീതി ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു സൈനിക വിഭാഗമാണ് അവർ എന്ന് പറയപ്പെടുന്നു. അഥവാ 10-ൽ ഒരാൾ ഈ ആത്മീയ നേതാവുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പരമോന്നത ആളുമായിട്ട് ഡയറക്റ്റ് ത്രൂ ബന്ധം ഉണ്ടാവും. ഈ 10 ആൾക്കാരിൽ ഈ ഒരു വ്യക്തിക്കല്ലാതെ മറ്റു 9 ആൾക്കാർക്കും ഇതാരാന്നറിയില്ല. അങ്ങനത്തെ ഒരു വിഷയം. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ നിയമിക്കുന്നത്. അതാണ് അവിടുത്തെ റൂള്. അപ്പോൾ അതിൽ വിഷയം എന്ന് വെച്ചാൽ ഈ 10-ൽ ഒരാൾ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയുകയും ചെയ്യുക, ആരെങ്കിലും ഒരാളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് രാജ്യരഹസ്യമായിട്ട് ബന്ധപ്പെട്ട സൈനിക രഹസ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചോർന്ന് കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കുടികിടക്കുക. സാധാരണ സൈനികരാണ് ചോർത്തി കൊടുക്കാറുള്ളത്. വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട് വെനിസുലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്ന് വരെ ഇറങ്ങപ്പെട്ട ഒരു സിനിമയിൽ പോലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതായിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അനുമാനം. എന്നാൽ അവർക്ക് എത്ര രക്തരൂക്ഷിതമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളും പോരാട്ടങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇറാനിൽ അങ്ങനെയാണോ? ഇറാനിൽ 1 അടിക്ക് 2 അടി തിരിച്ചടി കൊടുക്കുന്നു, 3 അടിക്ക് 5 അടി തിരിച്ചടി കൊടുക്കും, ആ തരത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി അവരുടെ സൈനിക മേധാവികളോ സംവിധാനങ്ങളോ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ആ സൈനികർ, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈനികർ ഇയാളെ പിടിക്കാൻ വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്ത് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ സൈനികരുടെ ഒറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കും. അത് ഹമാസിൻ്റെ നേതാവ് ഹമാസിൻ്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട സമയത്തും ഇതിന് സമാനമായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സൈനികരിൽപ്പെട്ട ആരോ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ആരോ ഇസ്രായേലിന് ഒറ്റ കൊടുത്തു എന്നാണ് കൃത്യത വെച്ചിട്ട് ഈ മിസൈൽ പായിച്ചുകൊണ്ടാണ് ഈ ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയത്, ഇസ്മായിൽ ഹനിയ അദ്ദേഹത്തെ. അപ്പോൾ ആ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വലിയ സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തുകയും ആ സൈനികരെ സഹായിച്ചവരെയോ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇറാനിൽ. അപ്പോൾ ഇവർക്കിപ്പോൾ വല്ലാത്ത രീതിയിൽ അമേരിക്കക്ക് ഗുണം ചെയ്യുന്നത് മൊസാദ് സംഘം വ്യാപകമായ രീതിയിൽ ഇറാൻ്റെ അകത്തുണ്ട്. അവർ ചോർത്തി കൊടുക്കുന്ന രഹസ്യങ്ങളാണ്. ശാസ്ത്രജ്ഞരെയും അടക്കം കൊലപ്പെടുത്തിയ കാര്യം നമുക്കറിയാവുന്നതാണ്. അടുത്ത 2ാമത്തെ ഘട്ടത്തിൽ പിന്നീട് ഈ പരിപാടികളൊന്നും വിജയിച്ചിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മേഖല, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തി ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെയാണ് പ്രയോഗിച്ചത്. ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ തലവനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അസർ നസറുള്ളയും സംഘത്തെയും കൊലപ്പെടുത്താൻ വേണ്ടി
ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇല്ല, അത് അമേരിക്ക നൽകിയതാണ്. അത് വളരെ കൃത്യതയോടുകൂടി അവിടെ നിന്ന് മൊസാദിൻ്റെ സംഘം ചോർത്തി കൊടുത്തു. മൊസാദിൻ്റെ സംഘം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്ന് അവിടെ കയറി അല്ലെങ്കിൽ ചേക്കർ രഹസ്യമായി എത്തി എന്നൊന്നും നമ്മൾ കണക്കാക്കണ്ട. അതിൻ്റെ കാര്യം വെച്ചാൽ അവിടെയുള്ള പൗരന്മാർ തന്നെ ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം ചെയ്യുക, പണത്തിന് വേണ്ടിയിട്ട്. എത്ര പണമാണോ ആവശ്യമുള്ളത് അത്രയും കൊടുക്കാൻ വേണ്ടിയിട്ട് മൊസാദ് തയ്യാറാണ്. രഹസ്യ ചോർത്ത് കിട്ടിച്ചാൽ അവർ ആ വിഭാഗമാണ് കൃത്യമായ രീതിയിൽ ഹസൻ നസ്രുള്ള വരുന്നതും മീറ്റിംഗ് കൂടുന്നതായിട്ട് 20ഓളം സൈനിക കമാൻഡർമാരിൽപ്പെട്ടവർ അന്നത്തെ ആ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് തകർന്ന് വീണ് ചീളുകൾ തെറിച്ച് മരിച്ച് അങ്ങനെയല്ല പറയുന്നത്, ആഘാതം കൊണ്ട് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പത്ത് അത്രക്ക് കഠിനമായിരുന്നു ആ ശബ്ദം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററിനടുത്ത്, ചില റിപ്പോർട്ടിനകത്ത് 3 മീറ്റർ എന്നൊക്കെ പറയുന്നു, അത്രയും ഭൂമി തുരന്ന് ഉള്ളിൽ പോയിട്ടാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്ന് പറയപ്പെടുന്നു. 6 നില ബിൽഡിംഗ് അപ്പാടെ തകർന്നു എന്നൊക്കെയാണ് നിഗമനം. അപ്പോൾ ആ ഒരു സംവിധാനങ്ങൾ ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല. കാര്യം ബങ്കർ ബസ്റ്ററിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഭാവിയിൽ അമേരിക്കയും ഇസ്രായേലും ബങ്കർ ബസ്റ്റർ ബോംബുകൾ തങ്ങളുടെ രാജ്യത്ത് പ്രയോഗിക്കുമെന്ന് ഉറപ്പായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ ആദ്യം അവർ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമാക്കിയതിന് ശേഷമാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തി തന്നെ ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായി, അവർ തകർത്തെറിഞ്ഞു എന്നല്ലാതെ അതിൻ്റെയും അടിഭാഗത്ത് ഏകദേശം അവർ തകർന്ന് വീണ മിസൈലിൻ്റെ അല്ലെങ്കിൽ തകർന്ന് വീണ ബങ്കർ ബസ്റ്റർ ബോംബ് കഴിഞ്ഞിട്ട് 3 മീറ്ററിൻ്റെയും താഴ്ചയിലാണ് ഈ അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ടർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ 3 മീറ്റർ എന്ന് പറയുന്നത് അത്രയും അത് കോൺക്രീറ്റിൻ്റെ നിർമ്മിതിയാണ് എന്നും പറയുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒന്നും പൊട്ടിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് അവിടുത്തെ സ്ഥിതി. പറഞ്ഞു വരുന്ന വിവരം ഇങ്ങനെയാണ്. ഇപ്പം നിലവിൽ പർവ്വതങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ സാറ്റലൈറ്റ്. ഒരു ഗുണം ഉണ്ടാകുന്നില്ല. അതിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആക്രമണം ആരംഭിക്കാനായിരുന്നു അമേരിക്ക തീരുമാനിച്ചത്. വിവരം കിട്ടാതിരിക്കുന്ന സമയത്ത് പിന്നീട് സമാധാനം വെടിനിർത്തൽ ഇങ്ങനെ ദിക്കറും ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. ധൈര്യമില്ലാതെ പോയി, ധൈര്യം ചോർന്നു പോയി. എന്തൊക്കെ ആഘാതമാണ് ഇനി ഇറാൻ്റെ ഭാഗത്ത് തിരിച്ച് വരിക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തും പിടി കിട്ടുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമല്ലോ. ആ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടുമാണ് നിലവിൽ ട്രംപ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധവിരാമമാണ് ഏറ്റവും ഗുണകരമായിരിക്കുന്ന കാര്യമെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യം ഇതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ലക്ഷ്യമെത്താൻ സാധ്യത കുറവാണ്. സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ ഇവിടെ ആകാശത്ത് വെച്ച്, ഇനി ഇവിടെ വെച്ചിട്ട് മറ്റുള്ള ഡ്രോൺ നിരീക്ഷണങ്ങൾ, അതല്ലാത്തരത്തിൽ ഒറ്റുകാരെ മൊസാദ് സംഘത്തെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു വിവരങ്ങൾ, പിന്നീട് ആ രാജ്യത്തുള്ള ആരെങ്കിലും ഒറ്റങ്ങായിട്ട് വിവരങ്ങൾ കിട്ടുമോ എന്നുള്ള ഒരു രീതികൾ അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഭീഷണിപ്പെടുത്തലും ഭയപ്പെടുത്തലും തങ്ങളുടേതായിരിക്കുന്ന കുറേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ നേടിയിരിക്കുന്ന വിജയത്തെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേടിപ്പിക്കുന്ന രീതി, അങ്ങനെ ഇതെല്ലാം പ്രയോഗിച്ചിട്ടും ഇറാൻ കീഴടങ്ങുകയോ പരാജയപ്പെടുകയോ യുദ്ധമുണ്ടാവില്ലെന്ന് പറയുകയോ നിങ്ങളുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ രസതന്ത്രമാണ് നിലവിൽ യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലും ഇപ്പോഴും മനസ്സിലാകാത്തത് എന്ന് ചുരുക്കം.